കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത ക്രിസ്തീയ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ക്രൈസ്തവരുടെ പുണ്യദിനങ്ങളെ തുടർച്ചയായി പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്നു. വനനിയമം, ബഫർ സോൺ, വഖഫ്, വന്യജീവി ആക്രമണം തുടങ്ങിയവയാൽ ജനജീവിതം ക്ലേശകരമായെന്നും ആക്ഷേപം. പള്ളികളിൽ കുർബാനയ്ക്കിടെ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത തോമസ് തറയിലിന്റെ സർക്കുലർ വായിക്കും. ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി റിപ്പോർട്ട് പുറത്തുവിടണമെന്നതും സർക്കുലറിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, എന്തായാലും വളരെ വലിയ ആരോപണവും വിമർശനവും ഒക്കെ തന്നെയാണ് ഇരു സർക്കാരുകൾക്ക് എതിരെയും ഉന്നയിക്കുന്നത്. സഭ എന്താണ് ഇക്കാര്യത്തിൽ സർക്കുലറിൽ പറയുന്നത്? വലിയ വിമർശനം തന്നെയാണ് നിലവിൽ സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് അതിരൂപത മെത്രാപ്പൊലീത്തയായിട്ടുള്ള തോമസ് തറയിലിന്റേതായിട്ടുള്ള ഒരു സർക്കുലറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച കുർബാനകളിൽ അതിരൂപതയ്ക്ക് കീഴിൽ വരുന്ന പള്ളികളിൽ ഈ സർക്കുലർ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തീയ സമൂഹത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ രീതിയിൽ അവഗണിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ക്രിസ്തീയ സമൂഹത്തിന് അർഹമായിട്ടുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ക്രൈസ്തവരുടെ പുണ്യദിനങ്ങളെ തുടർച്ചയായിട്ട് പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്നു എന്നത് രണ്ടാമതായിട്ട് ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം ഒക്കെ സർക്കാർ വിദ്യാർത്ഥികൾക്കായിട്ട് ചില ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ വലിയ എതിർപ്പുമായിട്ട് സഭ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും മറ്റും നടക്കുന്ന ദിവസമാണ്. ആ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സർക്കാർ പരിപാടികൾ വെക്കുന്നതും പ്രവൃത്തി ദിവസമാക്കി മാറ്റുന്നതും അനുചിതമാണ് എന്നുള്ള കാര്യം അന്ന് തന്നെ ഈ സീറോ മലബാർ സഭ വലിയ പ്രതിഷേധത്തിലൂടെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും ആ കാര്യവും ഈ സർക്കുലറിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദളിത് ക്രൈസ്തവ സംവരണം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബോധപൂർവമായിട്ടുള്ള അവഗണന തുടരുന്നുവെന്നാണ്. ആ ഒരു സംവരണം നടപ്പാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കുന്നുവെന്നും സഭ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ വനനിയമം, ബഫർ സോണ്, വഖഫ്, വന്യജീവി ആക്രമണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ഭീഷണിയായിട്ട് ഇന്നത്തെ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഈ ഭീഷണികളിൽ ജനജീവിതം ക്ലേശകരമായി മാറിയിട്ടുണ്ട് എന്നും തോമസ് തറയിൽ സർക്കുലറിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പഠിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവർക്ക് പുരോഗമനമേകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടി നിയമിച്ചിട്ടുള്ള ഈ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി റിപ്പോർട്ട്, അത് വർഷങ്ങളായിട്ട് ആ റിപ്പോർട്ട് പൂർത്തിയായിട്ടും അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായിട്ടും അതിൽ ആ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് സർക്കാരുകൾ തയ്യാറാവുന്നില്ല എന്നും ഇത് ബോധപൂർവമായിട്ടുള്ളൊരു നടപടിയാണ് രണ്ട് സർക്കാരുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ഈ സർക്കുലറിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ജനങ്ങളെയും അവരുടെ ജീവിത പ്രശ്നങ്ങളെയും ഒക്കെ വോട്ട് ബാങ്ക് കണ്ണിലൂടെ മാത്രം ആണ് കാണുന്നത്. ചില വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു നൽകുന്നു, ചില വിഭാഗങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആരോപണത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ്. പ്രധാനമായിട്ടും ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സമയത്ത് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള ഈ മേൽ സൂചിപ്പിച്ചിട്ടുള്ള നടപടികൾക്കൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊക്കെ എതിരെ വലിയ പ്രതിഷേധം തന്നെ ഈ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ മാസം 15-ാം തീയതി ഒരു ക്രിസ്തീയ മുന്നേറ്റ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ സീറോ മലബാർ സഭ. ചങ്ങനാശ്ശേരി അതിരൂപത മങ്കൊമ്പിൽ നിന്നും പ്രധാനമായിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.